ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വോൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അതൊരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞ് സോൾവ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. ഇവിടെ എഡിറ്റിംഗ് ഡെസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അൺറിയൽ എഞ്ചിൻ കാണാൻ പറ്റും. ഈ അൺറിയൽ എഞ്ചിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ട്യൂട്ടോറിയൽ എന്നുള്ളൊരു പാർട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് 1 by 1 ആയിട്ട് എല്ലാം ആഡ് ചെയ്യും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ നിറയെ ഫോറസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഈ ലാൻഡിന് പ്രത്യേകത ഉണ്ടോ? ഈ ലാൻഡിൽ ശരിക്ക് ടൈലിംഗ് റിപ്പീറ്റേഷൻ ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ? ടൈൽസ് റിപ്പീറ്റ് ചെയ്യുക, അതായത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്ചർ റിപ്പീറ്റ് ചെയ്ത് പോവുക. കണ്ടോ? ഒരു വൃത്തിയില്ലാതെ എന്തോ ഒട്ടിച്ച് വെച്ച പോലെ ഇങ്ങനെ. ഇതൊരു കറക്റ്റ് നിലമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് മെറ്റീരിയലിനെ ഒരൊറ്റ മെറ്റീരിയലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? അതിനെന്താ ചെയ്യാം? ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ വേറെ പുതിയ ലെവൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ലെവലിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ന്യൂ ലെവൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു ബേസിക് ലെവൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാം. ടെക്സ്ചർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? കണ്ടൻറ് ബ്രൗസർ ഇടുക. കണ്ടൻറ് ബ്രൗസർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വെക്കല്ലേ ഇവിടെ. അതിനിവിടെ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻറ് ബ്രൗസർ എക്സ്പാൻഡ് ആയിട്ട് ഇവിടെ കിട്ടും. അത് ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രീനിലേക്ക് വെക്കും. ആവശ്യമുള്ള സമയത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ക്വിക്സെൽ കണ്ടൻറ് എന്ന് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പുല്ലായിരുന്നു നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പുല്ലുകൾ വേണമെങ്കിൽ അതിനെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്ക് വരും. അതൊക്കെ നേരത്തെ പറഞ്ഞാണ്, അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് പറയാത്തത്. ഓക്കെ, വീണ്ടും കണ്ടൻറ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ പേരൊന്ന് നോക്കട്ടെ. മോസി ഗ്രാസ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ മോസി ഗ്രാസ് ഇതിൻ്റെ അകത്ത് എവിടെ വരിക? മെഗാസ്കാൻ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് സർഫേസിൻ്റെ അകത്ത് മോസി ഗ്രാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനായിട്ടാണ് വരിക. കണ്ടോ? മോസി ഗ്രാസ് ആണിത്. അപ്പോൾ ഈ മോസി ഗ്രാസിനെ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണം അല്ലേ? ഈ മോസി ഗ്രാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. കണ്ടോ? സൂം ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല, നല്ല ഭംഗിയുണ്ടാവും. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ പാറ്റേൺ ആണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത്. ഇത് വലിയൊരു ഏരിയ ആണെങ്കിൽ ശരിക്കും നേരത്തെ കണ്ട പോലെ ടൈലിംഗ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ ഈ മോസി ഗ്രാസിന് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് എൻ്റെ ഡാർക്ക് വോൾഫ് സ്റ്റുഡിയോ എന്നുള്ള ഫോൾഡറിലേക്ക് ആഡ് ചെയ്യാണ്. കാര്യം എനിക്ക് അവിടെ ഇട്ട് എഡിറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടെ സുഖം. ഇനി എപ്പോഴെങ്കിലും നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഡാർക്ക് വോൾഫ് ഫോൾഡറിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൾഡർ നിങ്ങളെ പേരിലുണ്ടാക്കി അവിടേക്ക് ആഡ് ചെയ്യുക. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇഷ്ടമുള്ള പോലെ ഒരു ഫോൾഡർ ഉണ്ടാക്കി അവിടേക്ക് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ കോപ്പി ഹിയർന്ന് കൊടുക്കാൻ പോവാണ്, മൂവ് ചെയ്യല്ല. ഓക്കെ, ഇപ്പോൾ ന്യൂ ഫോൾഡർ ഉണ്ടാക്കുന്നൊക്കെ അറിയാലോ. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഫോൾഡർ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഡാർക്ക് വോൾഫിൽ വൈൽഡ് ഗ്രാസ് അല്ല, മോസി ഗ്രാസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യണം ഇതിനെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ കോപ്പി ആയിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും ഞാനൊരു എളുപ്പത്തിന് വേണ്ടി ഡാർക്ക് വോൾഫ് ഗ്രാസ് നടിക്കുകയാണ്. സ്പേസ് ഇടാൻ പറ്റില്ല, അതിന് വരാൻ _ ആണ് ഇടുക അല്ലേ? ഗ്രാസ് നടിക്കുകയാണ്. ഡാർക്ക് വോൾഫ് ഗ്രാസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഇതിനൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവാം. എന്താ ചെയ്യുക? ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഈ ഒരു നോഡിൻ്റെ എഡിറ്റിംഗ് ബേസിലേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച ഒരു ആസിഡ് ബ്രൗസറിലെ കണ്ടൻറ് ബ്രൗസർ, അതിനെ വേണമെങ്കിൽ എനിക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. നേരത്തെ ആഡ് ചെയ്താണ്, സെയിം സാധനമാണ്. ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ പലർക്കും ചടയ്ക്കും. അപ്പോൾ തന്നെ പലരും എക്സിറ്റ് ചെയ്യാനുള്ള പരിപാടിക്കും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. ഈ നോഡ് എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനും നോഡ് എഡിറ്റിംഗ് ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തലവേദനയാണ്. ഞാൻ അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യും. വേണ്ട, ടൈലിംഗ് തന്നെ മതിയെന്ന് എല്ലാ കണ്ടി ചിലപ്പോൾ അത്രയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഈ 3 പേരെ ഇങ്ങോട്ട് കമാൻഡ് കീ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനില്ലേ, നമ്മുടെ നോഡ് എഡിറ്റിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ട് റിലീസ് ചെയ്യുക. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 കാണാൻ പറ്റും. അതിൽ ഈ ഒരു ഗ്രാസ് കാണുന്ന ഒരു ഇതില്ല, അത് മുകളിലും വെക്കുക. മറ്റേത് നീല നടുവിലും ഈ പച്ച കാണുന്ന താഴെ വെക്കുക. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് വൺ ഇതിൻ്റെ RGB ഇവിടേക്ക് എന്ത് ചെയ്യുക? ഈ ബേസ് കളറിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമത് ഇവിടുന്ന് ഇത് എടുത്തിട്ട് RGB എടുത്തിട്ട് എവിടേക്ക് ഇടുക? നോർമലിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. സിമ്പിൾ. ഇപ്പം തന്നെ ഇവിടെ
സംഭവം ക്രിയേറ്റ് ആയി കഴിഞ്ഞു അല്ലേ. ഇനി ഇതിൻ്റെ റെഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ആംബിയൻറ്റിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ താഴെയുള്ള ഗ്രീൻ എടുത്തിട്ട് നേരെ റഫ്നെസ്സിലേക്കും ആഡ് ചെയ്യാം. ഇപ്പോൾ ആ തിളക്കൊക്കെ പോയിട്ട് റഫ്നെസ് ഉള്ള ഒരു സ്ട്രക്ചറായി മാറി അല്ലേ. തൊട്ട് മുന്നേ നോക്കിയാൽ മതി, ഒരു ഗ്ലോ ഉണ്ട്, ഭയങ്കര ഗ്ലോ അല്ലേ, തിളങ്ങി നിൽക്കുകയല്ലേ. അപ്പോൾ അത് പോകാനാണ് നമ്മൾ റഫ്നെസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ റഫ്നെസ് ആഡ് ചെയ്തപ്പോൾ കൊണ്ടോ അത്ര തിളക്കല്ല, ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് മെറ്റീരിയൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലാൻഡ്സ്കേപ്പ് ലാൻഡ് നടിക്കുമ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പ് ലെയർ കോഡ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ആ ഒരു കോഡ് ഇവിടെയൊക്കെ ആഡ് ചെയ്യാം, ഓക്കെ അല്ലേ. ഇനി ഇതിനെ ഒരു ഡിവൈഡ് എന്ന് പറഞ്ഞ ഒരു നോഡും കൂടെ ഇവിടേക്ക് ആഡ് ചെയ്യാം, ഓക്കെ അല്ലേ. ഈ ഡിവൈഡിൽ നിന്ന് ഈ ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഒരു നോഡ് എടുത്തിട്ട് ഇവിടേക്ക് എയിലേക്ക് ആഡ് ചെയ്യാം. പിന്നെന്ത് ചെയ്യുക, താഴെ ഒരു നോഡും കൂടെ ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക, എസ് എന്നുള്ള ബട്ടൺ അല്ലേ, കീബോർഡിൽ എസ് ബട്ടൺ പ്രസ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പാരാമീറ്റർ ഇവിടെ ഓൺ ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെയുള്ള വാല്യൂ നമ്മൾ ഒരു 5 കൊടുക്കുക അല്ലേ. നമുക്ക് ഓരോന്ന് കൊടുത്ത് നോക്കാം, എന്നാലും അറിയാലോ. 3 കൊടുക്കുക, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് 5 കൊടുക്കുകയാണ്. 5 കൊടുത്തിട്ട് ഈ നോഡിൽ നിന്ന് ഈ ബിയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എ എന്ന് എടുക്കുക, ഇവിടെ ഇടുക, അതുപോലെ ഇതിലിടുക, ഇതിലും ഇടുക. സിമ്പിൾ, കണ്ടോ, വളരെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. കത്തിയോ, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഇവിടെ ഒന്ന് സേവ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ആ മെറ്റീരിയലിലേക്ക് അത് എന്താ പറയുക അപ്ലൈ ആവുള്ളൂ. ഇപ്പം നമ്മൾ തിരിച്ച് അൺറിയൽ എഞ്ചിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ കാര്യം എന്താ, ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ മാറ്റി കൊടുക്കണം. എവിടെയാണ് നമ്മൾ മെറ്റീരിയൽ മാറ്റുക, ഇതിൻ്റെ ഡീറ്റെയിൽസ് പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം മെറ്റീരിയൽ ഏതാ കിടക്കുന്നത്, ഈ ഒരു മെറ്റീരിയൽ, ആദ്യമുള്ള മെറ്റീരിയൽ തന്നെ. അപ്പോൾ നമുക്കിവിടെ മെറ്റീരിയൽ വേണം. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡാർക്ക് വോൾഫ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എളുപ്പമുള്ളൊരു പേര് ആഡ് ചെയ്യണം കേട്ടോ. ഡാർക്ക് വോൾഫ് ഗ്രാസ് എന്ന് പറഞ്ഞൊരു പേരിലാണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം, സിമ്പിൾ, കണ്ടോ. ഇപ്പം എന്തായി, ടൈലിങ് ഇല്ല, ടൈലിംഗ് ഇല്ല. ഇനി ഈ ടൈലിംഗ് ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടന്റ് ബ്രൗസർ ഒന്നുകൂടി ഓൺ നമ്മുടെ നോഡ് എഡിറ്റർ ഒന്നുകൂടെ ഓൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഇപ്പോൾ 5 ആണ്. ഈ വാല്യൂ കണ്ടോ, മെറ്റീരിയൽ എക്സ്പ്രഷൻ സ്കെയിലർ പാരാമീറ്റർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ആ ഒരു പാരാമീറ്റർ നമ്മൾ 3 കൊടുത്തു വന്നേ, കുറച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ കുറച്ചുകൂടെ ഒന്ന് ചെറുതായി. ഇവിടെ ഒന്ന് 10 കൊടുത്തു വെക്കാം, നമുക്ക് അറിയാലോ എങ്ങനെ മാറ്റം വരുന്നതെന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ മെറ്റീരിയൽ വലുതായി കണ്ടോ, ഒരു റഫ്നെസ് കൂടി വലിയൊരു പോലെ. 100 കൊടുത്തു വെക്കുക. 100 കൊടുത്താൽ കണ്ടോ നമ്മൾ ഒന്നും കാണാനില്ല, അത്രയും വലുതായി പോയില്ലേ. അപ്പോൾ 1 കൊടുത്തു വയ്ക്കുക, എന്തായി, വളരെ ചെറുതായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു മോഡലിലേക്ക് തന്നെ പോയില്ലേ, വര ഉള്ള. അതിന് വരെ നമ്മൾ ഒന്നും കൂടെ 2 കൊടുത്തു വെക്കുക. അപ്പോൾ കുറച്ചുകൂടെ വലുതായി. 3 കൊടുത്താൽ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ഉണ്ടോ ലൈന് പോകുന്നുണ്ട്, ഇത് അതിലിങ്ങനെ നമ്മളൊക്കെ അത്ര മനസ്സിലാവായിട്ടാണ്. അപ്പോൾ ഈ 3 നമ്മളൊരു 5 കൊടുത്തു വെക്കുക. 5 കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ കാണാനേ ഇല്ല അല്ലേ, നല്ലൊരു കറക്റ്റ് ഒരൊറ്റ പീസായി. ഇതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് കൂടുതലാണല്ലേ. അപ്പോൾ എങ്ങനെ ലൈറ്റ് കുറയ്ക്കാം, ഗോ ബാക്ക്, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനെ 1 ഉള്ള കീ പ്രസ് ചെയ്യാം, കീബോർഡിൽ 1 പ്രസ് ചെയ്ത് ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ 0 വാല്യൂ കിട്ടും. അതിനെ സ്പെക്കുലാർ നോഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഒന്ന് ഗ്രീനിഷ് ആയി മാറി, കണ്ട. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് സേവ് കൊടുക്കുക. പക്ക അടിപൊളി സാധനം അല്ലേ, അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ പഴയ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് തന്നെ എത്തി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ടൈലിംഗ് ഉള്ള ഈ ഒരു സംഭവത്തിലേക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു മെറ്റീരിയലിനെ ആഡ് ചെയ്ത് വെക്കുക. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ എന്താണ്, ഡാർക്ക് വൂൾഫ് ഗ്രാസിന് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ അതൊന്ന് ലോഡാനുള്ള സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ഈ വലിയൊരു ലാർജ് ഏരിയ ആയതുകൊണ്ട് വീണ്ടും ടൈലിംഗ് അപ്പിയറായി. ടൈലിംഗ് എങ്ങനെ അപ്പിയറായി, കുറച്ചുകൂടെ വലുതായിട്ടില്ലേ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് വലുതാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മളെ നോഡ് എഡിറ്ററിൽ വരിക. ഇതാ ഇവിടെ നമുക്ക് 5 മാറ്റിയിട്ടൊന്ന് 10 ആക്കി നോക്കാം അല്ലേ. 10 വലിയ കാര്യമല്ല, ഒരു 100 ആക്കി നോക്കാം. എങ്ങനെയുണ്ട്, 100 വേണ്ട വരില്ലല്ലേ.
ഓൾമോസ്റ്റ് ഒരു 100 അല്ലെങ്കിൽ നമുക്കൊന്ന് 50 പിടിച്ചു നോക്കാം അല്ലേ. 50 എന്താ കാണുന്നത് നോക്കുക. 50 വലിയ തിരക്കാറില്ല അല്ലേ. 100 വല്ലാതെ വലുതായി പോയി. പക്ക. ഇപ്പം നമ്മുടെ ഫോറസ്റ്റ് ഒന്നും കൂടെ സ്റ്റൈലായിട്ടുണ്ടാവും. ഒന്ന് സൂം ചെയ്ത് നോക്കാം അല്ലേ. എവിടേക്കാ സൂം ആകുന്നത്? നമുക്ക് നമ്മുടെ ഏരിയ ഇതല്ല കണ്ണാ, ഇതാണ് അല്ലേ. നമുക്ക് കീബോർഡിൽ ജസ്റ്റ് ഈ ഒരു പ്ലേ ബട്ടൺ അടിച്ച് കഴിഞ്ഞിട്ട് ഗെയിമൊക്കെ കളിക്കും പോലെ ASW ആ ഒരു കീ ഇല്ലേ, ASDW എന്നുള്ള ഒരു കീ അല്ലെങ്കിൽ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ആവും. കണ്ടോ, ഗെയിമിലെ ആൾ പോകുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കണ്ട ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരും കേട്ടോ. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല പക്ക ഒറിജിനാലിറ്റി വന്നില്ലേ. നേരത്തെ ഉണ്ടായ പോലെയല്ല. ഇനി ഇതിലൊക്കെ നമുക്ക് കുറച്ച് പുല്ലും കൂടെ ഒക്കെ ആഡ് ചെയ്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.